Welcome to the 12th lecture, BSc Physics Main, Paper 4, Digital Electronics and Computer Science. Today's topic is Boolean Algebra. Boolean Algebra, the topic of discussion today. Before that, we study a small topic which is called tri-state logic gate. Tri-state, three-state logic gate. It is an important question. It is the 2019 question. Tri-state logic gate. It is also known as three-state logic gate. And it is shown in the figure. There are two figures, figure A and figure B. In the figure A, there is a NOT gate. NOT gate in which there is an input A and output Y, so A bar. And there is another third terminal which is called control terminal, as shown in the figure, control terminal. And that is the tri-state logic gate with active high control. What is the meaning of high control? That we are going to see. In the next figure, figure B, it is also a tri-state logic gate with low control. And for that, there is input A, output Y is A bar, and the control terminal which is connected with a NOT gate. There is a bubble. There is a bubble at the end of the control terminal. The meaning is here the control is inverted and given to the NOT gate. So we can see the figure A. Figure A is the high control three-state logic gate. It is actually a NOT gate with a control terminal. Control terminal can be given high voltage or low voltage. It can be given binary 1 or binary 0. If it is 1, it is called high control. If the control input is 1, it is high control. If it is low, control input is low, it is called low control. And you see the action. Action is very simple. ഈ tri-state logic gate എന്ന് പറഞ്ഞാൽ അതിന് 3-state logic gate എന്നൊരു വിളിക്കും. അതിന് ഉള്ളത് പ്രധാനമായിട്ടും ഒരു നോട്ട് ഗേറ്റാണ്, ഇൻവെർട്ടറാണ്. അപ്പോൾ എ കൊടുത്താൽ എ ബാർ കിട്ടുന്നതാണല്ലോ ഇൻവെർട്ടർ എന്ന് പറയുന്നത്, വൈ എ ബാർ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കൺട്രോൾ ടെർമിനൽ കൂടി ഉണ്ട്. ആ കൺട്രോൾ ടെർമിനലിൽ നമുക്ക് 1 or 0 കൊടുക്കാം. 1 കൊടുത്താൽ ഹൈ കൺട്രോൾ എന്നും 0 കൊടുത്താൽ ലോ കൺട്രോൾ എന്നും പറയും. അത് പോസിറ്റീവ് ലോജിക്കിൽ. ഈ നെഗറ്റീവ് ലോജിക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന പാഠം. അവിടെ കൺട്രോൾ ടെർമിനൽ നമ്മൾ ഒരു ഇൻവെർട്ടർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഈ കൺട്രോൾ വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് കൺട്രോൾ എന്ന് പറയും, ലോ കൺട്രോൾ എന്ന് പറയും. 1 ആണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇതാണ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ. ഒരു ഹൈ കൺട്രോൾ tri-state logic ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. അതായത് ആദ്യം കൺട്രോൾ ഹൈയിലാണ് കിടക്കുന്നത്. കൺട്രോൾ ഹൈ എന്ന് വെച്ചാൽ 1 ആണ്, 1. അപ്പോൾ എ കൊടുത്താൽ നമുക്ക് ഇപ്പുറത്ത് എ 1 കിട്ടും. വീണ്ടും എ 1 കൊടുത്താൽ എ 0 കൊടുത്താൽ 1 കിട്ടും. എ 1 കൊടുത്താൽ 0 കിട്ടും. അപ്പോൾ അവിടെ കൺട്രോൾ ടെർമിനലിൽ ഹൈ വോൾട്ടേജാണ് കൊടുക്കുന്നത്, 1 ആണ് കൊടുക്കുന്നത്. അതിനെയാണ് ഹൈ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ 1 കൊടുക്കുമ്പോൾ മാത്രമേ ആ ഗേറ്റ് പ്രവർത്തിക്കുകയുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. എക്ക് 1 കിട്ടുക, 1 0 കിട്ടുക എന്ന് പറയുന്നതാണ് നോട്ട് ഗേറ്റ്. അത് പ്രവർത്തിക്കാൻ കൺട്രോളിൽ ഹൈ വോൾട്ടേജ് കൊടുക്കണം, 1 കൊടുക്കണം. ഇനി ലോ വോൾട്ടേജ് കൊടുത്താൽ സംഭവിക്കും. കൺട്രോൾ ലോ വോൾട്ടേജ് കൊടുത്താൽ 0 കൊടുത്താൽ ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കത്തില്ല, നോട്ട് ഗേറ്റ് പ്രവർത്തിക്കത്തില്ല. 0 കൊടുത്താലും ഇൻപുട്ടായിട്ട് 0 കൊടുത്താലും ഇൻപുട്ടായിട്ട് 1 കൊടുത്താലും ഡിസ്കണക്റ്റഡ്, ദർ ഈസ് നോ ഔട്ട്പുട്ട്. അതാണ് മീനിങ്. പൊതുവെ മനസ്സിലാക്കണം. നമ്മൾ ഹൈ കൺട്രോൾ 3-state ലോജിക് ഗേറ്റിൻ്റെ ആക്ഷൻ പറയുകയാണ്. കൺട്രോൾ ടെർമിനൽ 1 ആണെങ്കിൽ അതിന് ഹൈ കൺട്രോൾ എന്ന് പറയും. അന്നേരം ഈ ഇൻവെർട്ടർ നോട്ട് ഗേറ്റ് പ്രവർത്തിക്കും. എ എന്നുള്ളത് 0 കൊടുത്താൽ നമുക്ക് 1 കിട്ടും, എ എന്നുള്ള 1 കൊടുത്താൽ 0 കിട്ടും. ആക്ച്വൽ നോട്ട് ഗേറ്റിൻ്റെ ആക്ഷൻ. നേരെ മറിച്ച് കൺട്രോൾ ടെർമിനൽ ലോ ആണെങ്കിൽ 0 ആണെങ്കിൽ ഈ നോട്ട് ഗേറ്റ് പ്രവർത്തിക്കുന്നില്ല. അതായത് എയുടെ വാല്യൂ 0 കൊടുത്താലും എയുടെ വാല്യൂ 1 കൊടുത്താലും നമുക്ക് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഡിസ്കണക്റ്റഡ്, ദർ ഈസ് നോ ഔട്ട്പുട്ട്.
അതാണ് മീനിങ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പെട്ടെന്ന് എഴുതിയത് കൊണ്ട് റീഡബിലിറ്റി കുറവാണെന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. In a tri-state logic circuit, there are three distinct output states, namely logic 1, logic 0 and high impedance state. ഇങ്ങനെ 3 സ്റ്റേറ്റുകളുണ്ട്. ലോജിക് 1, ലോജിക് 0 ആൻഡ് ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റ്. അതാണ് കൺട്രോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഫിഗർ എ റെപ്രസെൻറ്റ്സ് എ ട്രൈ സ്റ്റേറ്റ് വിത്ത് ആക്റ്റീവ് ഹൈ കൺട്രോൾ. ഹൈ കൺട്രോൾ ആണ് HIGH. HIGH ക്യാപ്പിൽ എഴുതുക. HIGH ക്യാപിറ്റൽ എഴുതുക. ഹൈ കൺട്രോൾ. ദ ആക്റ്റീവ് ഹൈ കൺട്രോൾ മീൻസ് ദാറ്റ് ദ കൺട്രോൾ ഈസ് എഫക്റ്റീവ്. The control is effective when the signal applied to the control terminal is high. When the control signal is high, the inverter operates as a normal inverter. That is, when the input is high, output is low, and when the input is low, the output is high. ഇപ്പോൾ ഹൈ കൺട്രോളിൽ നമ്മൾ കൺട്രോൾ വാല്യൂ ലോജിക്ക് 1 എങ്കിൽ മാത്രം പ്രവർത്തിക്കും, ഇൻവെർട്ടർ പ്രവർത്തിക്കും. When the control signal is low, the output enters a third state in which the output impedance of the inverter gate becomes very high. In this state, the inverter gate circuit is effectively disconnected. അപ്പോൾ നമ്മൾ ഈ ആക്റ്റീവ് ഹൈ കൺട്രോളിൽ കൺട്രോൾ ടെർമിനൽ ലോ വാല്യൂ പോയാൽ ഈ ഇൻവെർട്ടർ പ്രവർത്തിക്കത്തില്ല, ഡിസ്കണക്റ്റഡ് ആവും from the entire circuit irrespective of the value of the input signal. The effective control signal may be either high or low. It depends on the design of the particular tri-state gate. And there is one more sentence. Figure B represents രണ്ടാമത്തെ പടം. നമ്മൾ ആ കൺട്രോളിൽ ഒരു ബബിൾ കൊടുത്തിരിക്കുന്നത് നോട്ട് ഗേറ്റ് വെച്ചുള്ള കൺട്രോളിൽ നോട്ട് ഗേറ്റ് വെച്ചുള്ള ട്രൈ സ്റ്റേറ്റ് ലോജിക് ഗേറ്റ്. ഫിഗർ ബി റെപ്രസെൻറ്റ്സ് എ ട്രൈ സ്റ്റേറ്റ് ഇൻവെർട്ടർ. ഇൻവെർട്ടർ മീൻസ് നോട്ട് ഗേറ്റ്. ഇൻവെർട്ടർ വിത്ത് ആക്റ്റീവ് ലോ കൺട്രോൾ, ലോ ക്യാപിറ്റൽ. എ സ്മോൾ സർക്കിൾ ഹാസ് ബീൻ ഷോൺ അറ്റ് ദി കൺട്രോൾ ടെർമിനൽ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ഗേറ്റ് ഹാസ് എൻ ആക്റ്റീവ് ലോ കൺട്രോൾ. ഇൻ ദിസ് കേസ് ദ നോർമൽ ഓപ്പറേഷൻ of the inverter in this case, for the normal operation of the inverter, the control terminal is kept at zero logic. ഇപ്പോൾ ഹൈ കൺട്രോൾ ഡിവൈസിൽ നോട്ട് ഗേറ്റ് വർക്ക് ചെയ്യാൻ കൺട്രോൾ ടെർമിനൽ നമ്മൾ ഹൈ വോൾട്ടേജ് കീപ്പ് ചെയ്യണം. ലോ ആക്റ്റീവ് കൺട്രോളിൽ ഈ ഇൻവെർട്ടർ വർക്ക് ചെയ്യാൻ നമ്മൾ കൺട്രോൾ ലോജിക്ക് 0 വെക്കണം. Now comes another important topic of this chapter 2. The chapter 2 is logic gate and Boolean algebra. The logic gates over, and now we see the Boolean algebra. In this case also some logic gates are coming. Boolean algebra. Boolean algebra is a system of mathematics based on logical ideas. It has only 2 variables representing 0 and 1. It has its own set of fundamental laws known as Boolean laws or theorems. There are 24 laws, theorems. ഇപ്പോൾ ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ 0യും 1ഉം എന്ന് പറയുന്ന 2 വേരിയബിളിനെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാത്തമാറ്റിക്സാണ്. 2 വേരിയബിൾ മാത്രമുള്ള ഒരു ആൾജിബ്രയാണ് ബൂളിയൻ ആൾജിബ്ര. 0യും 1ഉം മാത്രം. ഇപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ് 0 ആകാം അല്ലെങ്കിൽ 1 ആകാം. അങ്ങനെ 2 വേരിയബിളിനെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ പാർട്ടാണ്, മാത്തമാറ്റിക്സാണ് ബൂളിയൻ ആൾജിബ്ര. ഇത് പ്രധാനമായിട്ടും ഒരു 24 ബേസിക് ലോ ഉണ്ട്. ഈ 24 ബേസിക് ലോയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ബൂളിയൻ ആൾജിബ്ര പ്രവർത്തിക്കുന്നത്. എല്ലാ ലോയും നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനായിട്ട് എല്ലാ ലോയും ലിസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കത്തില്ല. ഏതാണല്ലോ ഈ ലിസ്റ്റ് സം ഓഫ് ദി ലോസ്, ബൂളിയൻ ലോസ് എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. യു ലിസ്റ്റ് സം ഓഫ് ദി ബൂളിയൻ ലോസ്.
അപ്പോൾ 4, 5, 6 പഠിച്ചാൽ മതി. പക്ഷേ 24 ലോ ഉണ്ട്. 24 പഠിക്കാൻ പ്രയാസമില്ലാത്തതാണ്, സിമ്പിൾ ലോസ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിനെ വിളിക്കുന്ന പേര് ഓർ ലോസ്, ഓർ ക്യാപിറ്റൽ ഓർ ലോസ്. ലോ 1 a+0 = a. ഇതിൽ ഏതെങ്കിലും ലോ തെളിയിക്കണമെങ്കിൽ എയുടെ വാല്യൂ 1 അല്ലെങ്കിൽ 0 കൊടുത്താൽ മതി. ഏത് ലോ നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് എയുടെ വാല്യൂ 1 അല്ലെങ്കിൽ 0 കൊടുത്താൽ മതി. ഫസ്റ്റ് ലോ തന്നെ നോക്കുക. എയുടെ വാല്യൂ 0 ആണെങ്കിൽ ആ 0 + 0 ഇപ്പുറത്ത് 0. എയുടെ വാല്യൂ 1 ആണെങ്കിൽ 1 + 0 ഇപ്പുറത്ത് 1 എന്ന് വരും. അപ്പോൾ 1 + 0 1 ആണല്ലോ, നമുക്കറിയാവുന്ന ബൈനറി അഡീഷൻ ആണല്ലോ. അപ്പോൾ 24 ലോസ് ഉണ്ട്. ദ ഫസ്റ്റ് സെറ്റ് ഈസ് കോൾഡ് ഓർ ലോസ്. ലോ 1 a+0 = 0. ലോ 2 a+1 = 1. ലോ 3 a+a = a. ലോ 4 a+a' = 1. ഏതെങ്കിലും ഒരെണ്ണം തെളിയിക്കണമെങ്കിൽ എയുടെ വാല്യൂ 1 അല്ലെങ്കിൽ 0 ഇട്ട് കൊടുത്താൽ മതി. ബേസിക് ലോയാണ്. ഇനി അടുത്ത സെറ്റ് അത് ആൻഡ് ലോസ് എന്ന് പറയും. നമ്പർ 2 സെറ്റ് ആൻഡ് ലോസ്. ലോ 5 a × 0 = 0. ലോ 6 a × 1 = a. 7 a × a = a. 8 a × a' = 0. എയുടെ വാല്യൂ 1 ഇട്ട് നോക്ക്. 1 × 0 എന്ന് വരും. അപ്പോൾ 0 ആണ്. തേർഡ് സെറ്റ് ലോസ് ഓഫ് കോംപ്ലിമെൻറ്റേഷൻ. ലോ 9 0 ബാർ is 1. 10 1 ബാർ is 0. ഇപ്പോൾ അത് ഇൻവേഴ്സ് എടുക്കുന്ന രീതിയാണ്. 1ൻ്റെ ഇൻവേഴ്സ് 0 ആണ്. 0യുടെ ഇൻവേഴ്സ് 1 ആണ്. ഇഫ് a = 0 then a bar is 1. ലോ 12 if a is 1 then a bar is equal 0. ലോ 13 a bar = a. ഒരു വേരിയബിളിൻ്റെ ഇൻവേഴ്സ് നമ്മൾ 2 പ്രാവശ്യം എടുത്താൽ ആ വേരിയബിൾ തന്നെ കിട്ടും. a bar = a. അടുത്ത ഫോർത്ത് സെറ്റാണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ലോസ് എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് ലോസ്. ലോ 14 a+b = b+a. തിരിച്ച് പറഞ്ഞാലും തെറ്റില്ല. നമ്പർ 5 a × b is b × a. നമ്പർ 5 ഫിഫ്ത്ത് സെറ്റ് അസോസിയേറ്റീവ് ലോസ്. ലോ 16 a + b + c = a + b + c. ആ കൂട്ടുന്നതിൻ്റെ ഓർഡറാണ്. നമ്മൾ b + c കൂട്ടിയിട്ട് a കൂട്ടുക, അത് a + b കൂട്ടിയിട്ട് c കൂട്ടുന്നതിന് തുല്യം എന്നാണ് അർത്ഥം. നമ്പർ 17 a + b + c + d = a + b + c + d. നമ്പർ 18 a × b × c a × b × c = a × b × c. അതാണ് ഫിഫ്ത്ത് സെറ്റ്. 18 ഇനി നമ്പർ 6 ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ്. ലോ 19 a × b + c = ab + cc. നമ്പർ 20 a + bc = a + b × a + c. Law 21 it's a very important law. It is written there, very important. a + a bar = a + b. You note the law. a + a bar b. a + a bar b = a + b. The law 21 is a + a bar × b = a + b. It's a very important law. You have to by heart it and we prove separately. Number 7 associative laws. Absorptive laws. One variable will disappear. That is absorptive law. Absorptive laws. Law 22 a + ab is a. b is absorbed. Number 23 a × a + b = a. b is absorbed. Law 24 a × a bar + b = ab. a bar is absorbed. And remember, above laws can be used to prove any എന്നുള്ളത് താഴെ കേട്ടോ. above laws can be used to prove any complicated Boolean expressions. അപ്പോൾ ഈ 24 ലോസ് വെച്ചിട്ട് നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് ബൂളിയൻ എക്സ്പ്രഷൻ തന്നാലും പ്രൂവ് ചെയ്യാം. യൂസിങ് ദി above 24 laws, they are basic fundamental laws. Using these laws we can prove any complicated Boolean expression. ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടെ പറയുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദ റിലേഷൻ
എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി. അത് ഒന്ന് തിരുത്തി എഴുതണേ. നമ്മുടെ ലോ 21 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ പ്ലസ് എ ബാർ ബി. ബാർ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്. എയുടെ ബാറ് അവിടെ കാണുന്നില്ല, നിങ്ങളൊന്ന് വരക്കണം. ലോ 21 ഓർക്കുക, മുകളിലോട്ട് നോക്കിയാൽ മതി. എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി. ഞാൻ ക്വസ്റ്റ്യൻ 21 ക്വസ്റ്റ്യൻ പടന്ന് വായിക്കുകയാണ്. അത് ലോ 21 ആണ്. തെളിയിക്കേണ്ടത് പ്രൂവ് ദ റിലേഷൻ. ലോ 21 എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി. അങ്ങനെ ഒരു ബാർട്ടൊന്ന് കാണിക്കും. എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി. സോ ബി പ്രൂവ് ബൈ ടേക്കിംഗ് LHS ഓർ RHS ഫസ്റ്റ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ തെളിയിക്കുന്നത് ഒന്നെങ്കിൽ LHS എടുക്കും അല്ലെങ്കിൽ RHS എടുക്കും. എപ്പോഴും എടുക്കേണ്ടത് കൂടുതൽ ടേമുള്ള എക്സ്പ്രഷനാണ് എടുക്കേണ്ടത് ആദ്യം. ഇപ്പോൾ LHS അല്ലെങ്കിൽ RHS എടുത്തിട്ട് നമുക്ക് തിരിച്ച് വരിക എന്നുള്ളതാണ്. LHS എടുത്തിട്ട് RHS വരിക, അല്ലെങ്കിൽ RHS എടുത്തിട്ട് LHS വരിക. അപ്പോൾ എടുക്കേണ്ടത് എപ്പോഴും കൂടുതൽ ടേമുള്ള എക്സ്പ്രഷൻ വേണം ആദ്യം എടുക്കാനായി. ഇവിടെ നമ്മൾ എ പ്ലസ് എ ബാർ ബി ഈക്വൽ എ പ്ലസ് ബിയിൽ കൂടുതൽ വരുന്നത് ഇപ്പുറത്താണല്ലോ. അപ്പോൾ അതെടുക്കും. LHS ടേക്ക് LHS എ പ്ലസ് എ ബാർ ബി. അപ്പോൾ അത് നമുക്ക് തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യണം? A1 കൊണ്ട് കുടിക്കുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ A×1 പ്ലസ് എ ബാർ ബി. A×1 A ആണല്ലോ, അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി ആ 1നെ 1 പ്ലസ് ബി ആയിട്ട് കൊടുക്കണം. അതിന് കാരണം എന്താണ്? നമ്മൾ ലോ 2 പഠിച്ചിട്ടുണ്ട്. ലോ 2ൽ 1 പ്ലസ് A ഈസ് 1. ഇപ്പോൾ 1 പ്ലസ് ബി 1 ആയിരിക്കുമല്ലോ. അപ്പോൾ 1 1 പ്ലസ് ബി നോട്ട്. A×1 പ്ലസ് ബി പ്ലസ് എ ബാർ ബി. ബ്രാക്കറ്റ് മാറ്റുക. എ പ്ലസ് എ ബി A×1 A A×B AB പ്ലസ് എ ബാർ ബി ഈസ് ഈക്വൽ എ പ്ലസ്. ആ ലാസ്റ്റ് 2 ടേമിൽ നിന്ന് ബി പുറത്തേക്ക് എടുക്കുക, റൈറ്റേക്ക് എടുക്കുക. അപ്പോൾ എ പ്ലസ് എ ബാർ ഇൻറ്റു എ പ്ലസ് എ ബാർ എന്താണ്? അത് 1 ആയിട്ട് ലോ 4 നിങ്ങൾ പറയുന്നുണ്ട്. ലോ 4 സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 1 കൊടുക്കും. സോ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1 ഇൻറ്റു ബി. 1 ഇൻറ്റു ബി ഈസ് ബി. ദാറ്റ് ഈസ് എ പ്ലസ് ബി. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു RHS. ദാറ്റ് ഇസ് എ പ്രൂഫ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്തത്? ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. തെളിയിക്കേണ്ടത് എ പ്ലസ് എ ബാർ ബി ഈസ് എ പ്ലസ് ബി എന്നാണ്. LHS യു റൈറ്റ് LHS, വി റൈറ്റ് ഇറ്റ് ആസ് എ പ്ലസ് എ ബാർ ബി. ദെൻ വി മൾട്ടിപ്ലൈ എ ബൈ 1. A×1 പ്ലസ് എ ബാർ ബി ഈസ് A×1 പ്ലസ് ബി പ്ലസ് എ ബാർ ബി. 1 പ്ലസ് ബി ഈസ് 1. We remove the bracket. A plus AB plus A bar B is equal to A plus. You take a cofactor from the last 2 terms. A plus A bar into B, that is A×1 plus B, that is A plus B is equal to RHS. LHS is equal to RHS. That is a proof. Another question. Prove that A plus AB is equal to A. Law 22. Proof. LHS equal to A plus AB, take A as cofactor. A×1 plus B. 1 plus B is 1. You know 1 plus A is 1. 1 plus B is 1. Therefore A×1 A is equal to RHS. That is the proof. Now we see another question. So prove that A plus B is equal to A plus B into A plus C. Law 20. So here the RHS contains more terms. We take RHS first. Take RHS, let it be Y. നമ്മൾ RHS മൊത്തം എഴുതുന്നതിന് പകരം Y എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എഴുതി പോയാൽ എടുത്തു കൊടുക്കാം. Let be Y. Y is equal to A plus B into A plus B. Remove the bracket. A into A, AA, A into C, AC, B into A, BA, B into C, BC. ഇവിടെ ഈ ടേംസ് മാറിയെന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും AC എഴുതിയിട്ടൊന്നുമില്ല. കാരണം ഇത് വ്യക്തത പോലൊന്നുമില്ല. നമുക്ക് ഓർഡർ മറിച്ചെഴുതിയാലും പിശക് വരുന്ന കാര്യമില്ല ഇവിടെ. അപ്പോൾ A×A പ്ലസ് AC പ്ലസ് BA പ്ലസ് BC. A×A ആണല്ലോ, നമ്മൾ പഠിച്ചത് ലോ ആണ്. A×A ഇറ്റ്സ് എ ലോ. പ്ലസ് AC പ്ലസ് BA പ്ലസ് BC. ആദ്യത്തെ 2 ടേമിൽ നിന്ന് A പുറത്തേക്ക് എടുക്കണം. കോൺഫാക്ട്. A×1 പ്ലസ് C plus BA plus BC. 1 plus A is 1. You know 1 plus A is 1. 1 plus B is 1. 1 plus A is 1. That is A×1 plus BA plus BC. ഇനി ആദ്യ 2 ടേമിൽ നിന്ന് നമുക്ക് A പുറത്തേക്ക് എടുക്കുമ്പോൾ A×1 plus B plus BC. And 1 plus B is 1. So A×1 plus BC. That is A plus BC, RHS.
That is a proof. And that is all with your 12th lecture on paper 4, Digital Electronics and Computer Science. Thank you very much.